നമസ്തേ. പാതഞ്ജല യോഗസൂത്രത്തിലെ 4-ാം അധ്യായം, അവസാന അധ്യായമായ കൈവല്യപാദത്തിലെ 33-ാമത്തെ സൂത്രമാണ് ഇനി പറയുന്നത്. സൂത്രം 32-ൽ ധർമ്മമേഘ സമാധിക്ക് ശേഷം പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പരിണാമക്രമം പൂർണ്ണമായി അവസാനിക്കുമെന്ന്, പരിസമാപ്തിയിലേക്ക് എത്തുമെന്ന് പതഞ്ജലി മഹർഷി വ്യക്തമാക്കി. ഇവിടെ ക്രമം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രകൃതിയുടെ മാറ്റങ്ങളെ യോഗശാസ്ത്രം എങ്ങനെയാണ് മനഃശാസ്ത്രപരമായി കാണുന്നത്? ഈ ചോദ്യങ്ങൾക്ക് സൂക്ഷ്മവും ശാസ്ത്രീയവുമായ മറുപടി നൽകുകയാണ് പതഞ്ജലി ഈ സൂത്രത്തിലൂടെ ചെയ്യുന്നത്. ഭാരതീയ ദർശനങ്ങളിലെ കാലസിദ്ധാന്തത്തെ, കൺസെപ്റ്റ് ഓഫ് ടൈം, നിർവചിക്കുന്ന അതീവ വിപ്ലവകരമായ ഒരു സൂത്രമാണ് ഇത്. സൂത്രം 33. ക്ഷണപ്രതിയോഗി പരിണാമാപരാന്ത നിർഗ്രാഹ്യ ക്രമ. ക്ഷണപ്രതിയോഗി, ക്ഷണങ്ങളുടെ, സമയത്തിൻ്റെ ഏറ്റവും ചെറിയ കണികകളുടെ തുടർച്ചയായ ഒഴുക്കിനെ ആശ്രയിച്ച് നിൽക്കുന്നത്, അതാണ് ക്ഷണപ്രതിയോഗി. പരിണാമത്തിൻ്റെ അപരാന്ത, അവസാനത്തിൽ മാത്രം, നിർഗ്രാഹ്യ, പൂർണ്ണമായി പിടിച്ചെടുക്കാൻ, മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ക്രമം. അതാണ് ക്രമം. സമയത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയായ ക്ഷണത്തിൻ്റെ തുടർച്ചയായ ഒഴുക്കിനെ ആശ്രയിച്ച് നിൽക്കുന്നതും, ഒരു വസ്തുവിന് സംഭവിക്കുന്ന മാറ്റ പരമ്പരകളുടെ ഏറ്റവും ഒടുവിൽ മാത്രം ബുദ്ധിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നതുമായ പ്രതിഭാസത്തെയാണ് ക്രമം എന്ന് വിളിക്കുന്നത്. ക്ഷണവും ക്രമവും എന്താണെന്ന് വിഭൂതിപാദം സൂത്രം 52-ൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി പറയാം. യോഗശാസ്ത്രപ്രകാരം സമയം, കാലം എന്നത് സ്വതന്ത്രമായ ഒന്നല്ല. അത് പ്രകൃതിയുടെ മാറ്റങ്ങളുടെ ഒരു അളവുകോൽ മാത്രമാണ്. അതിൽ ക്ഷണം എന്നത് സമയത്തെ വിഭജിച്ച് പോയാൽ കിട്ടുന്ന ഏറ്റവും ചെറിയ, ഇനി വിഭജിക്കാൻ കഴിയാത്ത ആത്യന്തിക കണികയാണ്, അണുവാണ് ക്ഷണം. ക്രമം എന്നാൽ ഒരു ക്ഷണം കഴിഞ്ഞ് തൊട്ടടുത്ത ക്ഷണം കടന്നു വരുന്ന ആ പ്രവാഹത്തെയാണ് നമ്മൾ ക്രമം എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒരു ക്ഷണത്തിൽ സംഭവിക്കുന്ന മാറ്റത്തെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഒരു പഴയ വസ്ത്രം നാൾക്കുനാൾ പഴകുന്നത് ഓരോ ക്ഷണത്തിലുമാണ്. എന്നാൽ വസ്ത്രം പൂർണ്ണമായി കീറി പഴകുമ്പോൾ മാത്രമാണ് പരിണാമാപരാന്തേ എന്ന് സൂത്രത്തിൽ പറയുന്ന ആ പരിണാമത്തിൻ്റെ അന്ത്യത്തിൽ മാത്രമാണ് ആ വസ്ത്രം പഴകിപ്പോയി എന്ന് ക്രമത്തിൻ്റെ ആകെ തുക നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇത് ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങളിലൂടെ കടന്നുപോയി മനസ്സിലാക്കാം. വ്യാസൻ ആദ്യം തന്നെ ക്ഷണം, ക്രമം എന്നീ 2 പദങ്ങളെ കൃത്യമായി നിർവചിക്കുന്നു. സമയത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് ക്ഷണം. അതിനെ ഇനിയും വിഭജിക്കാൻ കഴിയില്ല. ഒരു ക്ഷണം കടന്നുപോയ ഉടനെ തൊട്ടടുത്ത ക്ഷണം കടന്നു വരുന്ന ആ നിരന്തരമായ ഒഴുക്കിനെയാണ് ക്രമം എന്ന് വിളിക്കുന്നത്. 2 ക്ഷണങ്ങൾ ഒരേ സമയം നിലനിൽക്കുന്നില്ല. വർത്തമാനകാലത്തിലെ ഒരൊറ്റ ക്ഷണം മാത്രമേ എപ്പോഴും നിലനിൽക്കുന്നുള്ളൂ. കഴിഞ്ഞുപോയ ക്ഷണം ഭൂതകാലവും, അതിനിയില്ല. വരാനിരിക്കുന്ന ക്ഷണം ഭാവികാലവും, അതിതുവരെയും ഉണ്ടായിട്ടുമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ സമയം അഥവാ ക്രമം എന്താണ്? അത് കഴിഞ്ഞുപോയ ക്ഷണങ്ങളെയും വരാനിരിക്കുന്ന ക്ഷണങ്ങളെയും നമ്മുടെ ബുദ്ധി ഒന്നിനു പുറകെ ഒന്നായി കോർത്തെടുത്തുണ്ടാക്കുന്ന ഒരു സങ്കല്പം മാത്രമാണ് എന്ന് വ്യാസൻ വ്യക്തമാക്കുന്നു. സൂത്രത്തിലെ പരിണാമാപരാന്ത നിർഗ്രാഹ്യത എന്ന പദത്തെ വിശദീകരിക്കാൻ വ്യാസൻ പ്രായോഗികമായ ചില ഉദാഹരണങ്ങൾ നൽകുന്നു. ഒരു പുതിയ വസ്ത്രം നമ്മൾ വാങ്ങിവെക്കുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ അത് പഴയതാകും. ഈ വസ്ത്രം പെട്ടെന്ന് ഒരു ദിവസം പഴയതായതല്ല, അത് ഓരോ ക്ഷണത്തിലും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഓരോ ക്ഷണത്തിലും സംഭവിക്കുന്ന ആ സൂക്ഷ്മമായ മാറ്റത്തെ തിരിച്ചറിയാൻ നമ്മുടെ പരിമിതമായ ബുദ്ധിക്ക് കഴിയില്ല. വസ്ത്രം പൂർണ്ണമായി കീറി പഴകുമ്പോൾ, അതായത് പരിണാമത്തിൻ്റെ അന്ത്യത്തിൽ, പരിണാമ അപരാന്തേ, ആ അന്ത്യത്തിൽ മാത്രമാണ് ഇത്രയും കാലം കൊണ്ട് ഇതിന് മാറ്റം സംഭവിച്ചു എന്ന്
ആ പരിണാമത്തിൻ്റെ ക്രമം നമ്മൾ ഗ്രഹിക്കുന്നത്. അതുപോലെ ഒരു കുട്ടി വളർന്ന് മുതിർന്ന ആളാകുന്നതും ഒരു വിത്ത് വൃക്ഷമാകുന്നതും ഓരോ ക്ഷണത്തിലുമാണ്. എന്നാൽ മാറ്റം പൂർണ്ണമാകുമ്പോൾ മാത്രമേ ക്രമം നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടുകയുള്ളൂ എന്ന് വ്യാസൻ വിവരിക്കുന്നു. വ്യാസൻ ഈ ഭാഷ്യത്തിൽ രണ്ട് തരം നിത്യതകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന്, കൂടസ്ഥ നിത്യത. യാതൊരു മാറ്റവുമില്ലാതെ എപ്പോഴും ഒരേപോലെ നിലനിൽക്കുന്ന അവസ്ഥയാണിത്. ഇത് പുരുഷന്റെ ആത്മാവിൻ്റെ സ്വഭാവമാണ്. രണ്ട്, പരിണാമി നിത്യത. വസ്തു നിലനിൽക്കും, എന്നാൽ അതിൻ്റെ രൂപങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കും. ഇത് പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ സ്വഭാവമാണ്. ധർമ്മമേഘ സമാധിയിലൂടെ മുക്തനായ യോഗിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ തങ്ങളുടെ പരിണാമങ്ങൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ പുരുഷന് പിന്നീട് ഈ ക്ഷണക്രമങ്ങളുടെ ഒഴുക്ക് അനുഭവപ്പെടുകയേയില്ല. അവൻ കാലത്തിനപ്പുറമുള്ള കൂടസ്ഥ നിത്യതയിലേക്ക് പ്രവേശിക്കും. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഓരോ ക്ഷണത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധനസ്ഥനായ മനുഷ്യൻ ഈ മാറ്റത്തിൻ്റെ ക്രമത്തിൽ കുടുങ്ങി കാലത്തെ അനുഭവിക്കുന്നു. എന്നാൽ വിവേകജ്ഞാനം സിദ്ധിച്ച യോഗി ഈ മാറ്റങ്ങളുടെ ഒഴുക്ക് നിർത്തുമ്പോൾ അവൻ കാലത്തിനിരയാകാത്ത അകാല അവസ്ഥയിലേക്ക് ഉയരുന്നു എന്ന് വ്യാസൻ സമർത്ഥിക്കുന്നു. വാചസ്പതി മിശ്ര ഇതിനെ വിശദീകരിക്കാൻ സ്ഫടികത്തിൻ്റെ ഉപമ ഉപയോഗിക്കുന്നു. ഒരു സ്ഫടികപാത്രത്തിൽ വെള്ളം വീഴുമ്പോൾ അത് തുള്ളികളായാണ് വീഴുന്നത്. എന്നാൽ വീഴ്ചയുടെ വേഗത കൂടുമ്പോൾ അതൊരൊറ്റ ധാരയായി നമുക്ക് തോന്നാം. അതുപോലെ പ്രകൃതിയുടെ പരിണാമം ഓരോ ക്ഷണത്തിലും മുറിഞ്ഞാണ് സംഭവിക്കുന്നത്. എന്നാൽ ബുദ്ധി ഇതിനെ കൂട്ടിച്ചേർത്ത് ഒരു തുടർച്ചയായ ക്രമമായി കാണും. ഗുണങ്ങളുടെ പരിണാമം അവസാനിക്കുന്നതോടെ ഈ ഭ്രമം ഇല്ലാതാകുമെന്ന് വാചസ്പതി സമർത്ഥിക്കുന്നു. വിജ്ഞാന ഭിക്ഷു ഇതിനെ പ്രപഞ്ചത്തിൻ്റെ ലയനവുമായി പ്രളയവുമായി ബന്ധിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജീവന്റെ സംസാരചക്രം നിലനിൽക്കുന്നത് ഈ ക്രമത്തെ ആശ്രയിച്ചാണ്. ധർമ്മമേഘ സമാധിയിലൂടെ ചിത്തം പ്രകൃതിയിലേക്ക് മടങ്ങുമ്പോൾ, പ്രതിപ്രസവം ചെയ്യുമ്പോൾ കാലത്തിൻ്റെ ഈ ചക്രത്തിൽ നിന്നും യോഗി പൂർണ്ണമായി പുറത്തുകടക്കും. സ്വാമി വിവേകാനന്ദൻ ഈ അതീവ സങ്കീർണമായ സൂത്രത്തെ പാശ്ചാത്യ ശാസ്ത്രലോകത്തിന് മുന്നിൽ ലളിതമായി അവതരിപ്പിച്ചു. നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം മാറ്റങ്ങളുടെ ഒരു പരമ്പരയാണ്. ഒരു സിനിമയുടെ റീൽ വേഗത്തിൽ കറങ്ങുമ്പോൾ സ്ക്രീനിൽ ചലിക്കുന്ന ചിത്രം കാണുന്നത് പോലെയാണത്. പ്രകൃതിയുടെ ക്ഷണങ്ങൾ വേഗത്തിൽ മാറുമ്പോഴാണ് നമ്മൾ കാലത്തെ അനുഭവിക്കുന്നത്. എന്നാൽ ഈ മാറ്റത്തിൻ്റെ പരമ്പരകളെല്ലാം ശരീരത്തോടും മനസ്സിനോടും മാത്രം ബന്ധപ്പെട്ടതാണ്. നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ആത്മാവ് മാറാത്തതാണ്. അത് കാലത്തിന് അപ്പുറത്താണ്. മനസ്സിൻ്റെ ചലനം നിൽക്കുമ്പോൾ സിനിമയുടെ റീൽ നിലയ്ക്കുന്നു. അപ്പോൾ ക്രമവും കാലവും അവസാനിക്കുന്നു. നാം നിത്യമായ ശാന്തിയിലേക്ക് ഉണരുന്നു. കാലത്തിൻ്റെയും പ്രകൃതിയുടെയും ഈ രഹസ്യം പൂർണ്ണമായി അനാവരണം ചെയ്തുകൊണ്ട് പതഞ്ജലി മഹർഷി യോഗശാസ്ത്രത്തിൻ്റെ പരമലക്ഷ്യമായ കൈവല്യം എന്താണെന്ന് അടുത്തതും യോഗശാസ്ത്ര സൂത്രത്തിലെ അവസാനത്തേതുമായ സൂത്രത്തിൽ 34-ാമത്തെ സൂത്രത്തിൽ പ്രഖ്യാപിക്കുന്നു. ഓം തത്സത്.